Hello students. So we discussed about the poem on killing a tree. നമ്മൾ സ്റ്റാൻസ വൈസ് അനലൈസിസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഓതർ, പിന്നെ സമ്മറി, ദെൻ നമ്മൾ 4 സ്റ്റാൻസ ഡിസ്കസ് ചെയ്തു. ദെൻ വി മൂവ് ടു ലിറ്റററി ഡിവൈസസ്. നമ്മൾ അതിലുള്ള ഡിവൈസസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വി മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെക്ഷൻ. So the first question is the opening line of the poem on killing a tree. What is the opening line? According to him, ഇവിടെ him എന്ന് ഉദ്ദേശിക്കുന്നത് according to the poet. Who is the poet? Give Patel. According to him, it will take too much time to kill a tree. It is not just a simple jab, a quick stab or blow to do the job. പറയുന്നത് നമുക്ക് ട്രീനെ കൊല്ലാൻ എന്ത് വേണം? സമയം വേണം, കുറച്ച് സമയം എടുക്കും. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ ജാബ്. ഒരൊറ്റ കത്തി ഇട്ടുകൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വി കാൻറ്റ് കിൽ എ ട്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് എ സിമ്പിൾ ജാബ് ഓഫ് എ നൈഫ് വിൽ നോട്ട് കിൽ എ ട്രീ? It is not so easy to kill a tree because the tree has grown over a period of time, taking in from the earth, sun, air and water. അപ്പോൾ പറയാണ് നമുക്ക് പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല ബിക്കോസ് ട്രീ ഹാസ് ഗ്രോൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ടേക്ക് സോ മെനി ഇയേഴ്സ്, കുറേ വർഷങ്ങളെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വളർന്നു വരുന്നത്. അത് എന്താണ്? സൺ, എയർ, വാട്ടർ, ഈ 3 കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഒരു ട്രീ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കിൽ എ ട്രീ. വൈ ഡസ് ദ പോയറ്റ് ട്രൈ ടു ടീച്ച് us ഹൗ ടു കിൽ എ ട്രീ? ഇനി എന്തിനാണ് ഇപ്പോൾ ഒരു പോയറ്റ് ട്രീനെ എങ്ങനെ കൊല്ലുക എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? If not uprooted properly, the tree can grow from its roots again. Here, through sarcasm and irony, the poet implies his anger against cutting trees. ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് അതിനെ അപ്രൂട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് റൂട്ടടക്കം കുഴിച്ചെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും മുളച്ചു വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ കൺവേ ചെയ്യുന്നത് എന്താണ്? സർക്കാസം ആൻഡ് ഐറനി. അപ്പോൾ ലിറ്റററി ഡിവൈസിൽ വി നീഡ് ടു ഇൻക്ലൂഡ് ദിസ് വൺ ഓൾസോ, സർക്കാസം ആൻഡ് ഐറനി. അപ്പോൾ ഇവിടെ പോയറ്റ് എന്ത് ചെയ്യുന്നു? ഹിസ് ആങ്കർ അഗെയിൻസ്റ്റ് കട്ടിങ് ട്രീസ്, അത് ഇംപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പോയറ്റിന് മരങ്ങൾ വെട്ടുന്നതിനോടുള്ള ദേഷ്യമാണ് ഇവിടെ കൺവേ ചെയ്യുന്നത്. സർക്കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂക്ഷപരിഹാസം ഓർ മോക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐറനി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഐറനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എന്താണ്? വിരോധാഭാസം. അതായത് നമ്മളൊരു കാര്യം കൺവേ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിനെന്താ പ്രശ്നം, ദെൻ വി അഗെയിൻ തിങ്ക് ദാറ്റ്. അപ്പം അങ്ങനെ ഒന്നും കൂടി ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, ഓ ഇറ്റ്സ് എൻ ഐറനി, ഇതൊരു ആക്ഷേപഹാസ്യമാണ്. വി നീഡ് ടു നോ അബൌട്ട് ദി ഓപ്പോസിറ്റ് സൈഡ് ഓൾസോ, അല്ലെങ്കിൽ വി നീഡ് ടു കൺസിഡർ ദ ഓപ്പോസിറ്റ് സൈഡ് ഓൾസോ. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സർക്കാസം ആൻഡ് ഐറനിയാണ് ഇവിടെ പറയുന്നത്. What does the poet say of the resolatory power of trees? Resolatory power means നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു പവറാണ് ഇവിടെ ചോദിക്കുന്നത്. The bleeding bark of the tree will heal and it will rise and grow to its former size from its roots. ഇവിടെ ബ്ലീഡിങ് ബാർക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഇസ് എ മെറ്റഫർ. ഇറ്റ്സ് കമ്പയർഡ് ടു ദി ഹ്യൂമൻ ബോഡി ആൻഡ് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് ഹ്യൂമൻ വൂണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്ലീഡിങ് ബാർക്ക് എന്ന് പറഞ്ഞാൽ ആ ട്രീയുടെ ബ്ലീഡിങ് ബാർക്ക്, ആ വെട്ടിയൻ്റെ അവിടുത്തെ ആ ഒരു മുറിവ്, അതെന്താണ്? അത് ഉണങ്ങും. പിന്നെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റൈസ് ആൻഡ് ഗ്രോ, വീണ്ടും അത് വളരും, വലുതാവും, ഫോർമർ സൈസിലോട്ട് എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does the poet mean by anchoring earth and earth cave? ഇനി ആങ്കറിങ് എർത്ത്, എർത്ത് കേവ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. എർത്ത് ഈസ് എ
portrayed as a cave or Mother Earth, the cave being symbolic of the womb. അപ്പോൾ ഇവിടെ ഒരു സിംബോളിക് ആയിട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ എർത്ത് കേവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ലൈക്ക് മദർ എർത്താണ്. അപ്പോൾ ഈ മദർ എർത്തിൻ്റെ കേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൂബ്, ഗർഭപാത്രമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. While the root remains hidden in the curve of Mother Earth, even though man may attack the tree, his reach is limited. അപ്പോൾ പറയാണ് ഭൂമിയുടെ ഉള്ളിൽ, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ എന്താണ്, അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞെപ്പോഴും സുരക്ഷിതമായിരിക്കും, ഹി ഈസ് സെക്യൂർഡ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ട്രീനെ, മരങ്ങളെ ആൾക്കാർ മുറിക്കുമ്പോഴും അതുപോലെ തന്നെ കഷ്ണം കഷ്ണമാക്കി ഇട്ട് കഴിഞ്ഞാലും എന്താണ്, ആ റൂട്ട് എപ്പോഴും അവിടെ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. ആ റൂട്ട് പുറത്തെടുത്താൽ മാത്രമേ ആ ട്രീ നശിക്കുള്ളൂ. He may chop off the leaves and the branches, but so long as the root is safe within the earth, the tree will not be seriously injured or damaged. അതാണ് പറഞ്ഞത്. ഈ ട്രീയുടെ റൂട്ട് ഭൂമിയുടെ അടിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അധികം അപകടമൊന്നും അതിന് വരില്ല. At some point, man seems to get this, and so he targets the part of the tree that holds the secret connection between the source of life and the tree, the root. പിന്നെ എന്ത് സംഭവിക്കും, ചില സമയത്ത് മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, റൂട്ട് മാന്തി എടുക്കാനായിട്ട് നോക്കുള്ളൂ. അത് ഇത്തിരി പണിയുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ചിലവർ മാന്തിയിട്ട് എടുക്കാറുണ്ട്. ആ കണക്ഷൻ, ആ ഒരു സോഴ്സ് ഓഫ് ലൈഫ്, അത് അവരെന്ത് ചെയ്യാറുണ്ട്, പുറത്തോട്ട് എടുക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പെറ്റ് മീൻ ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസ്ഡ്? The strength of the tree lies in its roots. ഇവിടെ പെറ്റെന്ന് തെറ്റി കൊടുത്തതാണ്. ഇറ്റ്സ് പോയറ്റ്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ എന്നാണ് പറയുന്നത്. സോ ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ ലൈസ് ഇൻ ഇറ്റ്സ് റൂട്ട്. റൂട്ടിലാണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്. വിച്ച് ദ പോയറ്റ് ആസ്ക്സ് ടു സ്നാപ്പ് ഔട്ട് ഇൻ ഓർഡർ ടു കിൽ ദ ട്രീ. ഇപ്പോൾ ഒരു ട്രീനെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു പുൾഡ് ഔട്ട്, അല്ലെങ്കിൽ പുറത്തോട്ട് എടുക്കണം. Thus the phrase "the strength of the tree exposed" refers the root of the tree being exposed to sunlight and air. Next question, what does the poet mean by the last line "and then it is done"? The poet concludes the poem with the phrase "it is done." That brief statement encompasses the triumphant tone of the humans who have at last succeeded in killing the tree. അപ്പോൾ അതായത് അവസാനം കൊന്നു, മനുഷ്യന്മാരെ ആ ട്രീനെ അങ്ങോട്ട് നശിപ്പിച്ചു, അങ്ങനെയുള്ളൊരു മീനിങ് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് ഡൺ എന്ന് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ഗിവ് പട്ടേൽസ് പോം ഓൺ കില്ലിങ് എ ട്രീ? ദ ടോൺ എന്ന് പറയുന്നത് സർക്കാസം ആൻഡ് ഐറണി. സോ നമ്മൾ സർക്കാസം ആൻഡ് ഐറണി എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. Next, comment on the imagery of the bleeding bark. Once the tree is chopped, its sap will trickle off, which is compared to blood. അപ്പോൾ ഇവിടെ bleeding bark is a metaphor. It's compared to the wound of a human body. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇറ്റ്സ് കമ്പയർഡ് ടു അവർ ബ്ലഡ്. ആ സാപ്പ്, ആ മരത്തിൽ നിന്ന് വരുന്ന പശ ബ്ലഡിനെ പോലെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നീഡഡ് ഫോർ കില്ലിംഗ് എ ട്രീ. G. Patel sarcastically explains the process of cutting a tree as a voice against cutting trees in the poem on killing a tree. It should not be done using a knife, but it is to be hacked and chopped. That is not enough, as new sprouts will come out of it, so it should be pulled out from its roots. It is to be roped, tied, and pulled out, snapped out from the earth. Then it must be put to scorch and chalk under the sun, thereby browning, hardening, and withering. ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യനാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് കില്ലിംഗ് എ ട്രീ.
അപ്പോൾ ആക്ച്വലി ഇതിൽ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് യു നീഡ് ടു എക്സ്പ്ലെയിൻ ദിസ്. കാരണം പാരഗ്രാഫ്സിന് ഇത്ര എഴുതിയാൽ പോരാ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സാണിത്. സോ യു നീഡ് ടു എക്സ്പ്ലെയിൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ആ പ്രോസസ്സാണ്. സിംഗിൾ ജാബ് ഓഫ് നൈഫ് ഇസ് നോട്ട് ഇനഫ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഹാക്ക് ആൻഡ് ചോപ്പ്, അതായത് ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, പുതിയ അത് മുള പൊട്ടി വരും. ന്യൂ സ്പ്രൗട്ട്സ് വിൽ കം ഔട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫ് ഇറ്റ് ഈസ് അൺചെക്ക്, നമ്മളത് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ റീഗ്രോ, അത് വീണ്ടും വലുതായിട്ട് മാറും. സോ ദ ബെറ്റർ വേ എന്താണ്, പുൾഡ് ഔട്ട് ദ റൂട്ടിന് നമ്മൾ പുറത്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ദെൻ ലാസ്റ്റ് സ്റ്റേജാണ് വിതറിങ്, ബ്രൗണിങ്, ട്വിസ്റ്റിങ് എല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു മരത്തിന് നമുക്ക് കൊല്ലാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, ഇറ്റ് ഈസ് സർക്കാസ്റ്റിക്കലി എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് നോട്ട് ആൻ ഈസി ജോബ് ടു കിൽ എ ട്രീ? എന്തുകൊണ്ടാണ് ഈ മരത്തിന് കൊല്ലുക എന്ന് പറയുന്നത് ഈസി ജോബ് അല്ല എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു കിൽ എ ട്രീ ബിക്കോസ് ദ ട്രീ ഹാസ് ഗ്രോൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ടേക്കിംഗ് in from the earth, sun, air and water. One will not succeed in doing so by just a jab, a stroke of knife. അപ്പോൾ പറയുന്നത് കാലങ്ങളോളം എടുത്തിട്ടാണ് ഒരു മരം വളർന്നു വരുന്നത്. ഒരൊറ്റ വെട്ടോടൊന്നും അത് മരിക്കില്ല, അല്ലെങ്കിൽ ഒരൊറ്റ വെട്ടോണ്ടൊന്നും അത് നശിക്കില്ല. It has been nourished by the every elements of existence, earth, wind, water and air. So in pitting himself against a tree, in a sense, a human pits himself against all these elements that have invested their strength in the tree. That's why it is not so easy job. അപ്പോൾ പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരൊറ്റ വെട്ടുകൊണ്ടൊന്നും ഇതാവില്ല, അത് വീണ്ടും മുളച്ച് വരികയുള്ളൂ. അപ്പോൾ യു നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് എർത്ത്, വിൻഡ്, വാട്ടർ, എയർ, സൺ. ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ട്രീനെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈസി വേ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് ഒരു മരത്തിനെ കൊല്ലുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെസ്സേജ് ഓഫ് ഓൺ കില്ലിങ് എ ട്രീ. ഈ ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന ഈ ഒരു പോം കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ് പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. The poem on killing a tree is Patel's wake-up call to the citizen of the 21st century to think again before they heartlessly chop trees. അപ്പോൾ അവിടെയാണ് പ്രൊട്ടക്ഷൻ, ഗ്രീൻ മൂവ്മെൻ്റ് ആയിട്ട് അസോസിയേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, കോൾ ഫോർ ദി സിറ്റിസൺ ഓഫ് ദി 21st century, 21ാം നൂറ്റാണ്ടിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരോട് പറയുന്നത് ഹാർട്ട്ലെസ് ആയിട്ട് നിങ്ങൾ ചോപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒന്ന് ചിന്തിക്കൂ. It is time to become conscious of the irreversible damage we are unthinkingly doing to our home planet Earth. അപ്പോൾ നമ്മൾ ഓരോ മരത്തിന് വെട്ടുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എർത്തിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യരുത്. യു ജസ്റ്റ് റീതിങ്ക് ഇറ്റ്, ഒന്നുകൂടി തിങ്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. It is also time to take a more holistic of life on Earth, considering trees and plants not as lower life forms that can be treated without compassion, but rather as equally important aspects of nature. ഇപ്പോൾ പറയുന്നത് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നേച്ചറിൽ ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ട്രീനെ ആശ്രയിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, നമ്മൾക്ക് ഇത്തിരി കമ്പാഷനോട് കൂടിയിട്ട് നമ്മൾ ആ ട്രീനെ ട്രീറ്റ് ചെയ്യണം. Only this change in attitude can ensure that our beautiful green planet will continue to be habitable for our future generation. അപ്പോൾ പറയാണ്, നമ്മൾ ഇങ്ങനൊരു വിചാരത്തോടു കൂടി, ട്രീ ഇല്ലെങ്കിൽ നമ്മളില്ല, ആ ഒരു വി കാണ്ട് ലീവ് വിത്തൗട്ട് ട്രീസ്, ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊരു ഗ്രീൻ പ്ലാനറ്റാക്കി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടി ജീവിക്കാൻ തരത്തിലെ ആക്കി മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. So this is the message of the poem on killing a tree. Ini next it's an essay question. On killing a tree describes man cruelty and violence to nature.
So first, actually it's an essay question, so we need to write about Gilbert. Gilbert sarcastically explains the process of cutting a tree as a voice against cutting trees in the poem on killing a tree. അപ്പോൾ ഇതൊരു പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, യു നീഡ് ടു എക്സ്പാൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്, നമ്മൾ വോയിസ് അഗെയിൻസ്റ്റ് കട്ടിങ് ട്രീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സർക്കാസ്റ്റിക്കലി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പോം. So the poet employs skillful process of killing a tree, and he is actually showing his resentment against those who kill nature. അപ്പം നേച്ചറിനെ കൊല്ലുന്നവരോട് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. And his style is ironic and detached, and it is a graphic picture of man's cruelty towards nature, which is symbolized by the tree. അപ്പോൾ ഈ ട്രീയിലൂടെ കാണിക്കുന്നത് എന്താണ്, നേച്ചറിനെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതാണ്, നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. He gives a total description of the annihilation of a tree, and man's greed is not quenched by the mere physical process of killing a tree. The tree, which symbolizes nature, has grown slowly, consuming the earth and rising out of its crust. It takes much time to kill a ട്രീ. അപ്പോൾ പറയാണ് ഇവിടെ ഒരു ട്രീ എന്നുള്ളത് ഇറ്റ് സിംബിളൈസസ് നേച്ചർ, മൊത്തം നേച്ചറിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ പ്രോസസ്സ് ഓഫ് കില്ലിങ് എ ട്രീയിലൂടെ എൻ്റയർ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കൺവേ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ ഇൻ എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ്. ദെൻ ആദ്യം ഇതിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി മൂവിങ് ടു ദ സമ്മറി. അപ്പോൾ പറയാണ് ഒരു സിമ്പിൾ ജാബ് ഓഫ് നൈഫ് കൊണ്ട് നമുക്ക് കൊല്ലാൻ പറ്റില്ല, ബ്ലീഡിങ് ബാർക്കൊക്കെ ഉണങ്ങിയിട്ട് അതിന് വീണ്ടും സ്പ്രൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈസി വേ ടു കിൽ എ ട്രീ ഈസ് പുൾഡ് ഔട്ട് ദ റൂട്ട്. നമ്മൾ റൂട്ട് പുറത്തേക്ക് എടുക്കണം. പിന്നെ റൂട്ട് പുറത്തേക്ക് എടുത്ത് എന്ത് ചെയ്യണം, ദെൻ ഇറ്റ് മസ്റ്റ് ബി പുട്ട് ഇൻ ടു സ്കോച്ച് ചോക്ക് അണ്ടർ ദ സൺ ബൈ ബ്രൗണിങ് ഹാർഡനിങ് ആൻഡ് വിതറിങ്. അങ്ങനെയാണ് നമുക്ക് കൊല്ലാനായിട്ട് പറ്റുള്ളൂ. The poet brings all the cruelty done to trees by humans. അപ്പോൾ നമ്മൾ ഇതിൽ മെയിൻ പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സമ്മറിയൊക്കെ നമ്മൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. Often it is forgotten that trees are living things and nature is often neglected in the mad race of human greediness. അപ്പോൾ മനുഷ്യന്മാരുടെ ആ ഒരു അത്യാഗ്രഹം മൂലം നശിക്കുന്നത് നേച്ചറാണ്. നേച്ചർ നശിച്ചു കഴിഞ്ഞാൽ നമ്മളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ മൂവ്മെൻറ്റ്. ദിസ് ഗ്രീഡ്നെസ് ടു വെൽത്ത് ഹാസ് മെയ്ഡ് മാൻ ഇൻസെൻസിറ്റീവ് ആൻഡ് ഹാർട്ട്ലെസ് ടു അതർ ഓർഗൻസ്. പറയുന്നത് ഈ ഒരു ഗ്രീഡ്, അത്യാഗ്രഹം മനുഷ്യന്മാരെ എന്താണ് കണ്ണ് കാണാണ്ടേക്കി എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് മേക്ക് ദ പീപ്പിൾ ഹാർട്ട്ലെസ്. Tomorrow's concerns are less important. So they didn't think about the future generation. They are not concerned about their sons or daughters. അവരവരുടെ മക്കളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഫ്യൂച്ചർ ജനറേഷൻ വേണ്ട. They live in the moment. അവർ ആ മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. നാളേക്ക് എന്ത് എന്നവർ തിങ്ക് ചെയ്യുന്നില്ല. His cruelties continue when the tree log is left to scorch and burn in the sun. പറഞ്ഞാൽ ഈ ക്രൂവാലിറ്റി എങ്ങനെയാണ്, ഒരു മരം ഫുള്ളായി നശിക്കുന്നത് വരെ ഈ ഒരു ക്രൂവാലിറ്റി തുടരും. അതായത് ഈ നേച്ചർ മൊത്തം നശിക്കുന്നത് വരെ ഈ ഒരു ക്രൂവാലിറ്റി എന്ത് ചെയ്യും, they will continue. The poem is also about the endless generosity nature offers to man. However, man's cruelty continues. The tree is in constant persistence to be born again. ഇപ്പോൾ പറയാണ് ട്രീകൾ ഉണ്ടാവും തോറും മനുഷ്യന്മാരതിനെ എന്ത് ചെയ്യും, നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ട്രീ എന്ത് ചെയ്യുന്നു, അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. The bleeding bark will heal and from close to the ground will rise curled green twigs. അപ്പോൾ പറയുന്നത് ബ്ലീഡിങ് ബാർക്സ് പോയിട്ട് അവിടുന്ന് വീണ്ടും സ്പ്രൗട്ട് ചെയ്ത് വരും എന്നുള്ളതാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. The line shows the tree's attempt to revive or survive from its broken parts. Its strength is offered by nature. ഇത് നേച്ചറിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. Then it absorbs sunlight, air and water for its substance. But man exploits nature for his greed.
നേച്ചർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ നല്ലതിന് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് ദ ഗ്രീഡി മെൻ അഗെയിൻ എക്സ്പ്ലോയിറ്റഡ്, അവർ വീണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചറിലോ ലാഭത്താണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ 21st സെഞ്ച്വറിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് റീസെൻറ്റ് ഇഷ്യൂസാണ് ഗീപ്പട്ടയിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. So that's all about the poem on killing a tree. Thank you.